ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പറയാം. കൺഫ്യൂഷനായതാണ്, സോറി. അപ്പോൾ പത്രമാറ്റിലെ കഥയിൽ നമ്മളുടെ ആദർശും നയനയും കൂടെ നന്ദുവിനോട് സംസാരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ നെക്ലസിൻ്റെ പേരിൽ. അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്തായാലും അവർ തനി ഫ്രോഡുകളാണെന്ന് മനസ്സിലായില്ലേ, എന്തൊക്കെ നുണകളാണ് അയാൾ പറഞ്ഞത് എന്നറിയോ, എന്നിട്ടാണ് അയാളുടെ മകളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനിയുടെ തലയിലെഴുത്ത്. ഇതിപ്പോൾ എന്തായാലും ഇനി അധിക നാളൊന്നും മുന്നോട്ട് പോകണ ലക്ഷണം കാണാനില്ല. അയാൾ കുറേ സ്വർണം കൊടുത്തിട്ടാണ് അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ സ്വർണം മുഴുവൻ ഇപ്പോൾ പലിശക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവനെ എവിടെ ചോദിക്കുകയാണ് വേണു. അപ്പോൾ പറയും, അവിടെ സെല്ലിലൊന്നും ആക്കിയിട്ടില്ല, പുറത്തിരിക്കുകയാണ് അറിയും. എന്നാൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറയുകയാണ്. ആ ശരി എന്ന് പറയണ്ടേ. എന്നിട്ട് അങ്ങനെ പോയി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ പറയും, പിന്നെ മോനെ ആദർശേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ, അത് എന്താ അങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ നോണ പറയണ്ട, നിങ്ങൾ ചെയ്തതിൽ എല്ലാ കൊള്ളരുതായ്മകളും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ എല്ലാത്ത നോണകളും പറഞ്ഞിട്ടല്ലേ നിങ്ങളെ മകളെ അനന്തപുരിക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ പറയും. ഇല്ല മോനെ, എനിക്ക് കാശിന് കുറച്ച് ടൈറ്റായി എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയും. അപ്പോൾ ഒരു തെറ്റും ചെയ്യാനാണ് ഇപ്പോൾ നെക്ലസ് ആ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പറയും. അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ വീട്ടിലെ പറയും, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ വലിയൊരു നുണയനാണ്, വലിയൊരു നുണ പറഞ്ഞിട്ടാണ് അനന്തപുരിക്ക് നിങ്ങളെ മകളെ പറഞ്ഞയച്ചത്. എന്ത് പറയാം, എൻ്റെ മോൻ്റെ ജീവിതം എൻ്റെ അനിയൻ്റെ ജീവിതം അതോടുകൂടി നശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്നെ വിടാൻ പറയും മോനെ അറിയുമ്പോൾ. എന്തിനു വിടണം, നിങ്ങളിവിടെ കിടക്കുക, നിങ്ങൾക്ക് ഇനിയുണ്ട് നിങ്ങളെ പേർക്കുള്ള കുറ്റങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ആദർശ നയനയും കൂടെ പറയാണ്. അപ്പോൾ പറയും, പിന്നെ ഞങ്ങളിനി ഒന്നിനും വരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നിങ്ങളുടെ മകൾ വലിയ തെറ്റ് ചെയ്തിട്ടും കൂടി നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ എടുത്ത വഴിക്ക് അതിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ എടുത്ത വഴിക്ക് പറയുന്നത്. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്, നിങ്ങളെ മകളെ ആദ്യം തിരുത്താൻ നോക്ക്. എന്തായാലും അവൻ്റെ കൂടെ ഇനി ജീവിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കില്ല, അവനെങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞങ്ങൾ ചിന്തിക്കുള്ളൂ. അത് നിങ്ങളെ മകളെ പറഞ്ഞ് തിരുത്ത്, എന്നാൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവും. അല്ലാതെ വീട്ടിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടെ പാർട്ടീഷനും കഴിച്ച് വേറെ പോകാന്നുള്ള ചിന്തയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുകയാണ് വേണുവിൻ്റെ അടുത്ത്. വേണുവിനൊന്നും പ്രത്യേകിച്ച് പറയാൻ നിവർത്തിയില്ല. അങ്ങനെ തിരിച്ച് നന്ദുവിൻ്റെ അടുത്ത് തന്നെ വരുമ്പോൾ നന്ദുവിനോട് പറയും, പിന്നെ എന്തായാലും ആളെ കണ്ടുപിടിച്ചല്ലോ, ആരാണെന്ന് കള്ളൻ നമുക്ക് മനസ്സിലായില്ലേ. അതിൻ്റെ മുകളിൽ എൻ്റെ പിന്നെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഒരുപാട് ക്രൂശിക്കപ്പെട്ടതല്ലേ, ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് നയനയും പറയുന്നുണ്ട് വേണുവിനോട് കേട്ടോ, നിൻ്റെ മകൾ എൻ്റെ ഞങ്ങളെ കള്ളികളാക്കാനാണെന്ന് നോക്കിയത് എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളൊരു കൊച്ചു കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വേണു. എന്ത് കൊച്ചുകുട്ടി? അവസാനം പറയും, എന്തായാലും മോളെ ആ കേസ് വിട്ടേക്ക് എന്ന് പറയുകയാണ് നന്ദുവിനോട്. അപ്പോൾ പറയും, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഇത് കുത്തിപ്പൊന്നിച്ച് കൊണ്ടുവന്നിട്ട് അത് ഒഴിവാക്കണോ ആദർശമായിട്ട് അറിയും. പോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അനിയുടെ ബന്ധുക്കളായി പോയില്ലേ എന്നറിയും. അവിടെയാണ് നമുക്ക് തെറ്റിയത്. നമ്മളെല്ലാം പോട്ടെ പോട്ടെ എന്ന് പറയുന്നതുകൊണ്ടാണ്. സാരല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, കാരണം ആ കേസൊന്ന് തെളിയിക്കണം, അതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നറിയും. അപ്പോൾ നെക്ലസ് എടുത്തിട്ട് കൊടുക്കുകയാണ്. ചേച്ചി ഇത് വല്യമ്മയ്ക്ക് ആൻറ്റിക്ക് കൊടുത്തോളൂ, ആദർശേട്ടൻ നമ്മുടെ കയ്യിൽ കൊടുത്തോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ആദർശ് പറയും, മോളെ എന്തായാലും ഈ കേസ് തെളിയിച്ചതിന് പകരമായിട്ട് ഏട്ടൻ്റെ വക ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ എന്ന് പറയും. ആ ഏട്ടൻ എപ്പോഴും വേണമെങ്കിൽ വിളിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുകയാണ്. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പുറത്തെക്കുമ്പോഴേക്കും വീണ് വരും കേട്ടോ, വലിയ ഉപകാരം മോനെ കേസ് ഒഴിവാക്കിയത്, ഇല്ലെങ്കിൽ ഞാൻ ആകെ നാണം കെട്ടിയിരുന്നു എന്നങ്ങനെ പറയും. അപ്പോൾ പറയും, നാണക്കേടോ തനിക്കതുണ്ടോ, താൻ എന്തൊക്കെ നുണയോടോ പറഞ്ഞുണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഇനി മര്യാദയ്ക്ക് തന്നെ മോളോട് നടന്നോളാൻ പറയുണ്ടു, ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അറിയാം എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോകുമ്പോൾ പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൾ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ കുറേ കുരിഷ്ടുകളാണ് അപ്പോഴും ചിന്തിച്ചുണ്ടാക്കണമല്ലോ കേട്ടോ. അത് കഴിഞ്ഞ് ആദർശം നയനയും കൂടി തിരിച്ച് വീട്ടിൽ പോവുകയാണെ. വീട്ടിൽ പോകുന്ന സമയത്ത് അനാമിക്ക് ഇങ്ങനെ എന്താ ആകപ്പാടെ പേടിയുണ്ട്, എന്നാൽ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കും വേണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ചെല്ലൽ. അപ്പോൾ ഇവർ ഹോണടിച്ച് വണ്ടി നിർത്തിയിട്ടൊക്കെയാണ് പോണത്. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നെത്തും. ദേവയാനി വരുന്നുണ്ട്, നവ്യ,
ജലജ, ജാനകി, ഇവരുടെ പെൺപടകൾ മുഴുവൻ വരുന്നുണ്ട്, അനാമികയും. അപ്പോൾ എന്നിട്ടുണ്ട് ചെല്ലുന്ന സമയത്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും പിന്നെ നുണ പറഞ്ഞതാണ്, എന്തൊക്കെയാണ് നുണയാണെന്നോ ഇവളും ഇവളുടെ വീട്ടുകാരും കൂടെ പറയുന്നുണ്ടെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നയനേന്ന് ഉദ്ദേശിച്ചാൽ പറയുന്നത്. പറയും പിന്നെ നുണകളോ, ഈ കേസ് എവിടെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഞങ്ങളും അന്ന് ഈ മാലയുടെ മുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് നീ ഇവിടെ കട്ടു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട എൻ്റെ അച്ഛനെ വരെ, അച്ഛനെയും അമ്മേനെയും ഞങ്ങളെ വരെ നീ മുൾമുനയിൽ നിർത്തിയില്ലേ. ഇപ്പോൾ ഇനി അങ്ങനെ ഓരോരോ കേസുകളും ഞങ്ങൾ കൊണ്ടുവരും എന്നിങ്ങനെ പറയുന്നത്. അപ്പോൾ നന്ദുവാണ് ഇവിടുത്തെ SI. അപ്പോൾ അവൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഞങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്. അനിയുടെ ഭാര്യയായിട്ട് വരാത്തതിൻ്റെ ദേഷ്യമാണ് അവൾ തീർക്കുന്നത് അറിയും. അനിയുടെ ഭാര്യയായിട്ട് വരാത്ത ദേഷ്യം അവൾ നിന്നോട് തീർക്കില്ല. നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ ജാനകി പറയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒരുത്തം ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അന്തസ്സില്ലാതെ ഈ കുടുംബത്തിനെ നാണം കെടുത്തിയിട്ട്, അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ലല്ലേ എന്നൊക്കെ പറയുമ്പോൾ പറയും ചിലപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ഒന്ന് വിട്ട് തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് പലതും കണ്ണടച്ച് വിടുക. അത് ആ ഒരു ഇത് വിചാരിച്ചിട്ട് എന്നെ മെക്കിട്ട് കയറാൻ വരുന്നുണ്ട് കേട്ടോ. ഏത് നിമിഷമാണ് എനിക്കെല്ലാം വിളിച്ച് പറയേണ്ടി വരിക എന്ന് മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതിൽ പറയും നീ അപ്പോൾ പറയും നിങ്ങളാവും സ്വർണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടാവുക, എന്നിട്ട് ആ നുണയും പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്തും കൊണ്ട് വന്നതാണ് സ്വർണ്ണം എന്ന് അനാമിക പറയുന്നതാണ്. അതിൽ നമ്മളെ ദേവയാനി അനാമികേനെ കുറേ വഴക്ക് പറയും. അപ്പോൾ പറയും നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നുണ്ട്, നിങ്ങളല്ലേ ആ സ്വർണം കൊണ്ട് ഇപ്പോൾ പലിശക്കാരൻ്റെ അടുത്താണല്ലേ അവർ സ്വർണ്ണം കൊണ്ടുവരണം, ഇനിയും കൊണ്ടുവരണോ അങ്ങനത്തെ കേസുകൾ നടക്കും. അനാമികയെ വിളിക്കുക, മോളിൽ നിന്ന് കൂടിയല്ലേ വിളിക്കുന്നുണ്ട്. അങ്ങനെ അത് അവൾക്കൊരു തിരിച്ചടിയായി. കാരണം ദേവയാനി തിരിഞ്ഞല്ലോ. അപ്പോൾ പറയും നീയും നിൻ്റെ വീട്ടുകാരും കൂടി എൻ്റെ കുറേ മരുമക്കളെ അവളെ വീട്ടുകാരെയും കുറേ അപമാനിച്ചില്ലേ, ഇപ്പോൾ നിങ്ങളല്ലേ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, ഇനിയും കേസുകൾ കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട് നീ വലിയ ഇതൊന്നും കളിക്കണ്ട, ഇനിയും നിൻ്റെ പേർക്ക് ഒരുപാട് കേസുകളുണ്ട്, കുറേ സ്ഥലങ്ങൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെ എന്തെങ്കിലും ഉണ്ടോ, സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്, നീയും നിൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ 3 പേരും ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അനന്തപുരി കയറി പറ്റണം എന്നൊരൊറ്റ ചിന്തയായിട്ടുണ്ടായിട്ടുള്ളൂ. അതിന് വേണ്ടി കളിച്ച കളികളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഇത്രയും വലിയ കാശുകാരാണെങ്കിൽ ഇവിടുന്ന് തരുന്ന ഗിഫ്റ്റ് കിട്ടിയ സ്വർണം കൊണ്ടുപോയിട്ട് പലിശക്കാരന് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണ്ട. അപ്പോൾ പറയും പലിശക്കാരനൊന്നും കൊടുത്തില്ലൊക്കെ വെറുതെ നുണ പറയണം, ആ സ്വർണ്ണം ഇവള് മാറ്റിയതാണെന്ന് അറിയും. എടി തെളിവ് വേണമെങ്കിൽ കൊണ്ടുവരാം, ഇപ്പോൾ നമ്മൾ കേസ് ഒഴിവാക്കി നമ്മൾ ആരായി നോക്കിയാണ് ആദർശിനോട് നയന. കേസ് വേണ്ട, അവളെ നാണം കെടുത്തണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ നമ്മൾ കേസ് ഒഴിവാക്കി, ഇപ്പോൾ നമ്മൾ ആരായി ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജലജയ്ക്കൊന്നും പറയില്ല, ജലജ മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. ജലജ എന്തൊക്കെയോ കുത്തി ഇത് പറയുന്നുണ്ട്. ജാനകിയാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ പറയും ഈ ചെറിയമ്മ ഒഴികെ ബാക്കി എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ സ്ഥാനത്ത് ഒരു തെറ്റുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന ആദർശ്. നിങ്ങളൊരു മൂഢസ്വർഗ്ഗത്തിൽ അവിടെ തന്നെ ഇരിക്കുക, പക്ഷേ ഓരോന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ മനസ്സിലായിക്കോളും എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ ദേവയാനിയും അതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ. ദേവയാനി നല്ല മറുപടി കൊടുക്കണ്ടേ അനാമികയ്ക്ക്. അത് കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ്. അപ്പോൾ പറയും കേസും കോടതിയും ഒന്നും പിന്നെ ഞങ്ങൾക്ക് പുത്തരിയല്ല, ഞങ്ങൾക്കും കേസ് കോടതിയിൽ വന്ന് പറയാനറിയാം എന്നിങ്ങനെ പറയണം ആദർശം നയനയും കൂടെ കൊണ്ട് പോകുന്ന സമയത്ത്. അപ്പോൾ എടുത്ത വഴിക്ക് ദേവയാനി പറഞ്ഞു ഇത് അനാമിക ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നീ ഇത്രയും പറഞ്ഞു, ഇനി കേസ് കോടതി എന്നൊക്കെ പറഞ്ഞ് അവനെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, അവനെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ കൂട്ടത്തോടെ പോയി നിൽക്കേണ്ടി വരും, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നൊരു വാക്ക് നമ്മുടെ ദേവയാനി അവിടെ പറയുന്നുണ്ട്. അത് എന്നോട് അനാമിക നാവ് ഉള്ളിക്കിടും, പിന്നെ മിണ്ടില്ല. അങ്ങനെ തിരിച്ച് ദേവയാനി റൂമിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജാനകി പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല, ഇത് അവളുടെ വീട്ടുകാരുടെയും കൂടി കുത്തിത്തിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മരുമകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ജാനകിയുണ്ട്. അത് കഴിഞ്ഞ് ദേവയാനി ഇങ്ങനെ റൂമിലിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ആലോചിക്കുന്ന സമയത്ത് പറയും പിന്നെ അപ്പോൾ ആ പഴയ കാര്യമാണ് ആലോചിക്കുന്നത്, മാല ഗിഫ്റ്റ് കൊടുത്ത മാല കാണാതായി, അമ്മ ആ മാല കാണുന്നില്ല, വലിയ മാലയാണ് കാണാതായത് എന്നിങ്ങനെ ജാനകിനോട് വന്ന് ഇവള് സങ്കടം പറയുന്നതാണ്, അനാമിക വന്ന് സങ്കടം പറയുന്നതാണ് ആലോചിക്കുന്നത്. അപ്പോൾ പറയും അവർ രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് കയറി വരിക. അപ്പോൾ ദേവയാനി അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എന്താ മോളെ എന്ന് ചോദിക്കും. പറയാം വല്യമ്മ തന്ന ആ മാലയല്ലേ, അത് മോഷണം പോയി, അത് കാണുന്നില്ല,
അത് മോഷണം പോയി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും മോഷണം പോവുക, അതെങ്ങനെ മോഷണം പോകുന്നത് എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ അവളുമാരുടെ അച്ഛൻ ഇവിടെ വന്നിരുന്നല്ലോ, അവളുമാർ എന്തോ സ്വർണ്ണത്തിൻ്റെ എന്തോ കമ്മലോ മോതിരോ എന്തൊക്കെ ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നില്ല, ആ സമയത്ത് അയാളെ കയ്യിലെടുത്ത് കൊടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ പറയാം. അപ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചിക്കേണ്ടതാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ ആലോചിക്കും, എൻ്റെ മരുമകളെയും വീട്ടുകാരെയും അപമാനിക്കാനാണ് അവളെന്നത് ശ്രമിച്ചത്, അപ്പോൾ തിരിച്ചടി അവൾക്ക് തന്നെ കിട്ടിയില്ലേ, ഞാൻ അവളെ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് കരുതിയിരുന്നിട്ട് അവൾ ഇതാണ് സ്വഭാവം എന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇപ്പോഴാണ് അയമയ്ക്ക് മനസ്താപം വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി ഇങ്ങനെ വരികയാണ്, റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ ജയൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ജയനോട് ചോദിക്കുകയാണ്, ജേട്ടൻ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? ആ ഞാൻ അറിഞ്ഞു, നീ എന്താ അത്ര വലിയ ആലോചന എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും ജേട്ടന് വിവരങ്ങളൊക്കെ അറിഞ്ഞു ചോദിക്കുമ്പോൾ അറിഞ്ഞു, ആദർശ് വിളിച്ചിരുന്നു, അപ്പോഴേ അന്ന് നീ നമ്മുടെ മരുമകളെ തള്ളിക്കളഞ്ഞിട്ട് അവളെ കൂടുതൽ സ്നേഹിക്കുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഇത് വേണ്ട, നമുക്ക് സ്നേഹിക്കാൻ നമുക്കൊരു മരുമകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അന്ന് നീ അത് കൂട്ടാക്കാണ്ട് അവളെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നില്ലേ, അവർ ഫ്രോഡുകളാണെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. കാരണം എന്തായാലും അനിയുടെ ഭാവി ജീവിതം താറുമാറായിപ്പോയി, ഇപ്പോൾ അതുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയാം അയാൾ എന്തൊക്കെയാണ് നുണയെ പറഞ്ഞാൽ, ഇത്രയും ഗതി കെട്ടവനാണോ വേണുവിൻ്റെ കുടുംബം എന്ന് ചോദിക്കുകയാണ്. അപ്പം ആയിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുത്ത് സ്വർണ്ണമൊക്കെ കൊണ്ട് പണയം വെച്ച് അയാൾ പലിശ കടം വീട്ടേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത്രയും ഫ്രോഡുകളായിരിക്കും. അന്ന് കൊണ്ട് കണ്ണായ സ്ഥലം കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചാൽ എനിക്കും അനാമയ്ക്കും കോടികളുടെ വീട് വെക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചതാണ് ആ സ്ഥലം. അപ്പോൾ അതൊക്കെ വെറുതെ ആണോ എന്ന് വയ്ക്കുമ്പോൾ, അല്ലാതെ പിന്നെ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കല്യാണത്തിന് കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തിരുന്നല്ലോ, അതും ഇതുപോലെയൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണ് ജയനോട്. അതും പോയിട്ടുണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല, ആരപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ പോണ്, നമ്മൾക്ക് ഇവിടെ ഒരുപാട് സ്വർണ്ണക്കടക്കാരായതുകൊണ്ട് നമുക്ക് ഈ സ്വർണ്ണത്തിന് അതിൻ്റെ മൂല്യവും കണക്കും നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ടോ? പക്ഷേ ഇവരങ്ങനെയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്തായാലും ഓരോന്നോരോന്നായി പുറത്ത് വരുന്നുണ്ട്, ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്, അപ്പോൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നിപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ജയൻ നമ്മുടെ ദേവയാനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യ കുട്ടിക്ക് ഇങ്ങനെ ഇങ്ക് കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നവ്യ കുറേ ഡയലോഗുകൾ പറയുന്നുണ്ട് കേട്ടോ. നവ്യ പിന്നെ പറയുന്നുണ്ട് എന്താണ് അച്ഛനെയും അമ്മേനെയൊക്കെ പറ്റി പറയുമ്പോൾ, നന്ദുവിനെ പറ്റി പറയുമ്പോഴും നവ്യ തിരിച്ച് നല്ല ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ അത് നയന പോയതിന് ശേഷം പറയണമെന്ന് മാത്രം. അനാമികേനോട് നീ അങ്ങനെ വലിയ പുള്ളിയാവുമൊന്നും വേണ്ട, നിൻ്റെ സ്വഭാവം ശരിക്കും എന്താണെന്നൊക്കെ എനിക്കറിയാം, അങ്ങോട്ട് നീ കുറ്റം പറയുമൊന്നും വേണ്ട, എന്തായാലും നന്ദു പോലീസായി SI ആയി ചാർജ് എടുത്തില്ലേ, ഇനിയിപ്പോൾ കുറേ പുറത്തേക്ക് വരാം എന്നൊക്കെ ഉള്ളതിലങ്ങനെ അനാമികേനെ ഇതാക്കി ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നവ്യ കുഞ്ഞിനിങ്ങനെ ഇഗ്ഗ് കോരി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നയന അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ വാ വേന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുക, ചേച്ചി എന്ന് വിളിക്കും. അപ്പോൾ അവൾ എന്താന്ന് ചോദിക്കുകയാണ് നവ്യ. അപ്പോൾ പറയും ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം, ആദർശേട്ടനോടുള്ള ദേഷ്യം കൊണ്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുറ്റം മറ്റുള്ളവരുടെ കൂടെ നിന്ന് ചേച്ചി കേൾക്കരുത് എന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് അച്ഛനെയും അമ്മേനെയും പറ്റി പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്, അത് പിന്നെ എന്താണ് അതിനുള്ള മറുപടി ഞാൻ കൊടുക്കും ചെയ്യുന്നുണ്ട്, ശത്രുക്കളെ കൂടെ നിൽക്കാനൊന്നും ഇതാക്കുന്നില്ല. പക്ഷേ നിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ്, നീ എന്ത് കാര്യത്തിനാണ് ഈ ആദർശേട്ടൻ എങ്ങനെ പിന്നെ ഇതാക്കണേ എന്നൊക്കെ പറയും. അപ്പോഴേക്കും അവൾ കുട്ടീനെ എടുക്കുന്ന സമയത്ത് നിൻ്റെ കുഞ്ഞ് ഇവിടെ ഇല്ലല്ലോ അല്ലേ, നിൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോയതുകൊണ്ടല്ലേ നീ ഇപ്പോൾ ഈ കുഞ്ഞിനെ എടുക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയും ഞാൻ എടുക്കുന്നതല്ല, ഞാൻ അഥവാ എടുത്ത് താഴത്തേക്ക് വന്നാൽ മോള് ഓടി വന്നാൽ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ചേച്ചി വെറുതെ ബഹളം ഉണ്ടാക്കും, ഞാൻ ബഹളം ഉണ്ടാക്കുന്നല്ല ചിലപ്പോൾ ഞാൻ തല്ലും ചെയ്യും എന്നങ്ങനെ പറയും. അപ്പോൾ ആ തല്ലിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് തന്നെയാണ് ആ പാവം കിട്ടുക, അതൊരു കുഞ്ഞല്ലേ, അതിനെക്കുറിച്ച് എന്താ ആലോചിക്കാത്ത പറയും. എടി നീ എന്താ ഇങ്ങനെ, ആദർശേട്ടന് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ആ സ്ത്രീനെ കല്യാണം കഴിക്കായിരുന്നില്ലേ? അപ്പോൾ പറയും ചേച്ചിക്ക് സത്യാവസ്ഥ ഇപ്പോഴും അറിയില്ല, സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ ഒന്നും നിൽക്കില്ല, ചേച്ചിക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. ആദർശേട്ടൻ അങ്ങനെ ഒരു കുഞ്ഞില്ല, ഞങ്ങളെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവളെ വളർത്തുന്നതെന്ന് മാത്രം, അത് ചേച്ചിക്ക് എത്ര പറഞ്ഞാലും ചേച്ചിക്ക് മനസ്സിലാവില്ല. പക്ഷേ ചേച്ചി അറിഞ്ഞാൽ ചിലപ്പോൾ പലരുടെയും യഥാർത്ഥ മുഖംമൂടി ചേച്ചിക്ക് മനസ്സിലാവും എന്നൊക്കെ ഇവളിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് അയാളോടുള്ള ബഹുമാനം മുഴുവൻ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനയ്ക്ക് പറയണമെന്നുണ്ട്. എന്നിട്ട് പക്ഷേ അവസാനം നയന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. കാരണം നവ്യോട് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴും പറയാം എനിക്ക് ആ കുഞ്ഞിനെ കാണുന്നത് ദേഷ്യമാണ്, അതായത് ചന്തു മോളെ കാണുന്നതേ എനിക്ക് ദേഷ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരുടെ സംഭാഷണം കഴിഞ്ഞിട്ട് പിന്നെ നവ്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നയനയ്ക്ക് മനസ്സിലായി. അങ്ങനെ നയന കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നവ്യ അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തടിക്കുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രമാറ്റാരും മിസ് ചെയ്യേണ്ട കാണുക. അപ്പോൾ ഏതാണ്ട് ഇവരുടെ കള്ളി വെളിച്ചത്തായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചായിട്ട് അവരുടെ പുറംപൂച്ച് പുറത്തേക്ക് ചാടി തുടങ്ങിയിട്ടുണ്ട് വേണുവിൻ്റെയും ഫാമിലിയുടെയും. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നല്ലൊരു സമയം വരും അറിയില്ല, എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.